വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ വിശ്വാസ ദൃഢതയ്ക്കും സാക്ഷ്യ ജീവിതത്തിനും ആയി നമ്മെ സഹായിക്കുന്ന 4 തരത്തിലുള്ള ശാക്തീകരണത്തെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അവ എന്തെന്ന് ഈ പ്രഭാത ചിന്തയിൽ നമുക്ക് പങ്കുവയ്ക്കാം. 1. ക്ഷമിക്കുവാനുള്ള ശക്തി. നാം അനുകരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ കൂടി കർത്താവ് കാണിച്ചു തന്ന അനുഭവമാണ് ക്ഷമിക്കുക എന്നത്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. മർക്കോസ് 11:25 കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരുടെങ്കിലും വല്ലതും ഉണ്ട് എങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നാം ക്ഷമിക്കാതിരുന്നാലോ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പിഴകൾ ക്ഷമിക്കില്ല. ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ച കർത്താവ് ജീവിതത്തിൽ കൂടി അത് കാണിച്ചു തരികയും ചെയ്തു. കർത്താവിൻ്റെ ബന്ധനം മുതൽ ക്രൂശീകരണം വരെയുള്ള പ്രവൃത്തിയിൽ പങ്കുചേർന്ന എല്ലാവരോടും കർത്താവ് ക്ഷമിച്ചു. മാത്രമല്ല, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗീയ പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ പോലെ നാം ക്രൂശിക്കപ്പെടുന്നില്ല എങ്കിലും നമുക്കെതിരായി പ്രവർത്തിക്കുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന അനേകർ ഉണ്ടായിരിക്കാം. അവരോട് ക്ഷമിക്കുവാൻ, മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. എഫെസ്യർ 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. കൊലോസ്യർ 3:13 പറയുന്നത്, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അതെ, ക്ഷമിക്കുവാനും ദീർഘമായി ക്ഷമിക്കുവാനും നമുക്ക് കഴിയണം. 2. സ്നേഹിക്കുവാനുള്ള ശക്തി. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ദൂത് അസഹിഷ്ണുതയെയും രൗദ്രതയെയും സ്നേഹത്താൽ ജയിക്കുക എന്നാണ്. ഇതിന് ഉത്തമ മാതൃക യോഹന്നാൻ ആണ്. തൻ്റെ നിലപാടിനോട് യോജിക്കാത്തവരെ തീയിറക്കി ദഹിപ്പിക്കുവാൻ പറഞ്ഞ യോഹന്നാൻ ആണ് പിൽക്കാലത്ത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറിയത്. സ്നേഹം സകല ലംഘനങ്ങളെയും മൂടുന്നു എന്ന സദൃശവാക്യം 10:12 പറയുന്നത്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. മത്തായി 5:44. സ്നേഹം അതിശ്രേഷ്ഠമായ മാർഗമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നത്. എന്നാൽ ഇവയിൽ വലുത് സ്നേഹം തന്നെയാണ്. 1 കൊരിന്ത്യർ 13:13. സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായി നമുക്ക് തീരാം. 3. തുറന്നു പറയുവാനുള്ള ശക്തി. മോശയെക്കുറിച്ച് നാം പഠിക്കുന്നത്, ഫറവോൻ്റെ മുൻപിൽ ഭയപ്പെടാതെ ദൈവശബ്ദം മുഴക്കിയവൻ എന്ന. ഭയപ്പെടാതെ തുറന്നു പറയുവാൻ നമുക്ക് കഴിയണം. ഒരുമിച്ചുള്ള ശുശ്രൂഷകളിലും ഇടപാടുകളിലും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അവയെ ചൂണ്ടിക്കാണിക്കുവാനും തുറന്നു പറയുവാനും നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ തിരുത്തി ശക്തിപ്പെടുവാൻ കഴിയും. തുറന്നു പറയാതിരിക്കുമ്പോൾ ആണ് വീണ്ടും വീണ്ടും തെറ്റിൽ അകപ്പെടുന്നത്. തുറന്നു പറയുന്നത് ചിലപ്പോഴെങ്കിലും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം, എങ്കിലും പിന്തിരിയുവാൻ പാടില്ല. 4. പ്രാർത്ഥിപ്പാനുള്ള ശക്തി. നമ്മെ എതിർക്കുന്നവർക്ക് വേണ്ടിയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിഴകളെ ക്ഷമിക്കുക മാത്രമല്ല, ശത്രുത പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന കർത്താവ് പഠിപ്പിച്ചത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോൾ കർത്താവിനോട് അടുത്ത് ചെല്ലണം. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ദൈവത്തിൻ്റെ അതിശയകരമായ നടത്തിപ്പും സാഹചര്യങ്ങളുടെ രൂപാന്തരവും നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനയാണ് നമ്മെ ശക്തീകരിക്കുന്നത്. മോർ പ്രെയർ
more power. Less prayer, less power. No prayer, no power. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഹിതത്തിനായി കാത്തിരിക്കാം. ഇന്ന് സഭയും വിശ്വാസിയും നേരിടുന്ന പ്രതിസന്ധികളിൽ തെറ്റായ പ്രവണതകളെ തിരുത്തുവാനുള്ള പ്രവാചക ശബ്ദമായി നാം മാറണം. അതിന് കഴിയണം എങ്കിൽ തമ്മിൽ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും വേണം. തെറ്റുകളെ തുറന്നു പറയണം, തെറ്റുകളെ തുറന്ന് സമ്മതിക്കണം. പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രവാചക ശബ്ദമായി ചേരുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.